ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മതസ്ഥന്റെ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും സ്വീകരിച്ച് ആ വേഷവും ആ നിലക്കുള്ള അതിൻ്റെ ആഘോഷങ്ങളും ഒക്കെ കൃത്യമായി ഒരു പ്രശ്നവുമില്ലാതെ പങ്കെടുക്കുന്നതിനെ കുറിച്ചുള്ള ഇസ്ലാമിക വിധി എന്താ? അത് പറഞ്ഞാൽ ഇന്ന് വർഗീയവാദിയായി ചാപ്പകുത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ശബരിമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്വാമിമാരിങ്ങനെ പോകുമ്പോൾ അവർക്ക് നമ്മൾ ആരെങ്കിലും വീട്ടിൽ കയറി ഒരു ലേശം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കില്ല. അവർ പറയും, അഹിന്ദുക്കളുടെ ഭക്ഷണം ഞങ്ങൾക്ക് ഈ സമയത്ത് കഴിക്കാൻ പറ്റൂല. അത് വർഗീയവാദമാണോ? അല്ല, അതുപോലെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിമീങ്ങൾക്കൊരു മതമുണ്ട്. ആ മതത്തിനൊരു അതിർവരമ്പുകളുണ്ട്. അതിന് പാടുള്ളതും പാടില്ലാത്തതുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും മറ്റൊരു മതസ്ഥനോട് സാദൃശ്യമായാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. ഇസ്ലാമിന്റെ പ്രവാചകന്റെ ജന്മദിന ആഘോഷം പോലും പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റൊരു മതസ്ഥന്റെ ആഘോഷത്തെ അങ്ങ് സ്വീകരിക്കാൻ കഴിയുക? ഇപ്പൊ മറ്റുള്ള മതക്കാരൊക്കെ മാറിക്കാണ്. നമ്മൾ ആൾക്കാർ നല്ല സാരി എടുത്ത് അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ഇട്ട് നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം കുട്ടികൾ ഇന്ന് ഇതിന്റെ വലിയ കേമത്തരങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാറി നിന്നാൽ ഞാനെങ്ങാനും ഒരു നല്ലൊരു മതഭക്തനാകുമെന്ന് പേടിച്ചിട്ട് എല്ലാവരും ഇതിന്റെ തകൃതിയായ ആസ്വാദനങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലിഫുൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികളോട് നിങ്ങൾ എതിർക്കണം. അവരോട് നിങ്ങൾ സ്വഭാവത്തിൽ, സംസ്കാരത്തിൽ, വേഷത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാ പഠിപ്പിച്ചതിന്റെ അർത്ഥം. അവർക്ക് ഭക്ഷണം കൊടുക്കാം, വെള്ളം കൊടുക്കാം, ഒരുപക്ഷെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാമ്പത്തിക സഹായം, അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചല്ലോ. എന്നാൽ അവരുടെ മതത്തിന്റെയും ആചാരങ്ങളും ആഘോഷങ്ങളും നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നും അവിടെ നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ അവരുടെ പ്രിയപ്പെട്ട സ്വാമിമാര് അവിടുത്തെ ആദരവോടുകൂടെ അവർ പറയുന്നുണ്ട്, ഇത്രാം ദിവസം ഇത്ര പൂക്കളം ഇടണം, വിളക്ക് ഇന്ന സമയത്ത് കത്തിക്കണം, ഇന്ന വേഷങ്ങൾ ധരിക്കണം. ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പെരുന്നാളിന്റെ സുന്നത്തുകൾ പഠിപ്പിക്കുന്ന പോലെ ഓണത്തിന്റെ ചടങ്ങ് വിശദീകരിക്കുന്നുണ്ട് സ്വാമിമാര്. ഇതെങ്ങനെയാണ് സുഹൃത്തുക്കളെ കേരളത്തിന്റെ കാർഷിക ഉത്സവമായി മാറുന്നത്? ഇത് മതത്തിന്റെ ഉത്സവമാണ്. പക്ഷെ നമ്മുടെ തലച്ചോറിലേക്ക് ഇട്ടു തന്നു, അതൊന്നും എല്ലാവർക്കും ഒന്നും കുഴപ്പമില്ല, അതൊക്കെ കേരളത്തിലൊരു മൊത്തം ഉത്സവമായിട്ട് കണ്ടാൽ മതി എന്ന് പറയുന്നുവെങ്കിൽ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ആരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് പറയാലോ, നമ്മൾ ഈ അകത്തിരിക്കുന്ന പള്ളിയിലിരിക്കുന്ന നമ്മളോട് പറയാ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമ്മളോട് എതിർത്ത് കഴിഞ്ഞാൽ, അത് പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് അതിനോട് സമരസപ്പെട്ടു പോകാൻ കഴിയുക? നമ്മൾ നമ്മുടെ ഈമാൻ പരിശോധിക്കുക. സാധ്യമാകുന്ന രൂപത്തിലൊക്കെ വിട്ടുനിൽക്കാൻ സാധ്യമാകുന്നിടത്തൊക്കെ വിട്ടുനിൽക്കുക. എന്തുകൊണ്ട്? അത് നമ്മുടേതല്ല എന്ന കാരണം കൊണ്ട് തന്നെ, ഇസ്ലാമിൻ്റെതല്ല എന്ന കാരണം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആ ബോധത്തോടു കൂടെ, എന്നാൽ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാകേണ്ടുന്ന ചില അച്ചടക്കങ്ങളും അതവുകളെല്ലാം നമ്മൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ രംഗത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഈമാനിനെ, നമ്മുടെ കർമ്മങ്ങളെ നഷ്ടപ്പെടുത്തരുത് എന്നും നമ്മുടെ തലച്ചോറ് ഒരാൾക്കും പണയപ്പെടുത്തരുതെന്നും മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കുവാനുള്ളത്.